എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ഗുഡ് മോർണിംഗ് ടു എവരിബഡി. അപ്പോൾ ഇന്നത്തെ എന്താണെന്ന് വെച്ചാൽ ഒരു ടിപ്സ് തരാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. കാര്യം നമ്മൾ ചക്കക്കുരുവൊക്കെ ഒരുപാടുള്ള കാലമല്ലേ, ചക്കയും ചക്കക്കുരുവിൻ്റെയും കാലമായി ഇപ്പം. ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ വരെ കാണും. നമുക്ക് ഇഷ്ടം പോലെ ചക്ക കിട്ടുന്ന സമയമാണ്. ചക്ക ഒരു ദിവ്യ ഔഷധമാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ക്യാൻസറിനെ പ്രതിരോധിക്കാനും ഒരുപാട് കാര്യങ്ങൾ, ഷുഗറിനെ കുറയ്ക്കാനും അതുപോലെ തന്നെ കണ്ണിൻ്റെ കാഴ്ചശക്തിക്കും ഒരുപാട് ഗുണങ്ങളുണ്ട്. ലിവർ ഡിറ്റോക്സിഫിക്കേഷനും പ്രോസ്റ്റേറ്റ് ക്യാൻസറിനെയൊക്കെ പ്രതിരോധിക്കാനും ഒക്കെ നല്ലൊരു മാർഗ്ഗമാണ്. അപ്പോൾ ഞാനിപ്പോൾ രാവിലെ ചക്കക്കുരു പൊളിക്കുകയാണ്. അപ്പം കണ്ടോ, ചക്കക്കുരു പൊളിക്കുന്ന രംഗമാണ്. അപ്പോൾ ഞാൻ ചക്കക്കുരു പൊളിച്ച് കുറേ ചക്കക്കുരു പൊളിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെ കാണിക്കുന്നത് ഈ ചക്കക്കുരുവിൻ്റെ മുകളിലുള്ള ഒരു ചുമപ്പ് ആവരണമുണ്ട്. അത് നമ്മൾ സാധാരണ ചിരണ്ടി കളയുക ചെയ്യുന്നത് അല്ലേ, ചിരണ്ടി കളയരുത്. ഈ ചക്കക്കുരുവിൻ്റെ ചുമന്ന ഭാഗം വളരെ ഹെൽത്തിയാണ്. അത് നമ്മുടെ ക്യാൻസറിനെയൊക്കെ പ്രതിരോധിക്കാൻ വളരെ നല്ലതാണ്. അപ്പോൾ നിങ്ങൾ ചക്കക്കുരു പൊളിക്കുമ്പോൾ പുറംതൊലി മാത്രം പൊളിക്കുക, അകത്ത് ചിരണ്ടി കളയരുത്. ഇതാണ് ഇന്നത്തെ ടിപ്സ് ഞാൻ നിങ്ങൾക്ക് തരാനുള്ളത്. അപ്പോൾ എല്ലാവരെയും ബൈ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ഹാവ് എ നൈസ് വണ്ടർഫുൾ ഡേ. ബൈ.